ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയുടെ സ്വഭാവശക്തി ഉപയോഗിച്ച് ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സാ രീതിയാണ് പ്രകൃതി ചികിത്സ. ആയുഷ് സമ്പ്രദായത്തിൽ വൈ പ്രതിനിധീകരിക്കുന്നത് യോഗ നേച്ചുറോപ്പതി എന്ന സമഗ്ര ചികിത്സാ രീതിയെയാണ്. യോഗ 2 രീതികളിലായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. റെഗുലറായിട്ടൊരു സെഷൻ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ റെഗുലർ സെഷനിൽ എല്ലാത്തരം രോഗികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യോഗ ചെയ്യുന്നത്. എല്ലാ രോഗികൾക്കും ബിഗിനേഴ്സിനും ഉൾപ്പെടെ ചെയ്യാവുന്ന ആസനാസ്, പ്രാണായാമാസ്, സൂര്യ നമസ്കാരം എല്ലാം ഉൾപ്പെടുത്തിയ ഒരു യോഗ സെഷനായിരിക്കും 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നത്. നാച്ചുറോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ശരീരത്തിൻ്റെ നൈസർഗികമായിട്ടുള്ള ജീവോർജ്ജത്തെ ഉപയോഗപ്പെടുത്തി രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഓഫ് മെഡിസിനാണിത്. ഇത് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. രോഗം വരാതെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ രോഗം വരാതെ പ്രതിരോധിക്കുന്ന ഒരു പ്രകൃതി ജീവനവും, രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന നാച്ചുറോപ്പതി എന്ന് പറയുന്ന ചികിത്സാ ശാസ്ത്രവും. നാച്ചുറോപ്പതി ചികിത്സാ ശാസ്ത്രത്തിൽ ഹൈഡ്രോതെറാപ്പി, മഡ് തെറാപ്പി എന്ന് പറയുന്ന മുഖ്യധാരാ ചികിത്സകളും അതിൻ്റെ ഉപചികിത്സാക്രമങ്ങളായിട്ടുള്ള അക്യുപഞ്ചർ, അക്യുപ്രഷർ ആൻഡ് റിഫ്ലക്സോളജി, മാൻഡോതെറാപ്പി, ക്രോമോതെറാപ്പി, സൈക്കോതെറാപ്പി, ആരോമോതെറാപ്പി, ഹെർബൽ റെമഡീസ്, അതുപോലെ യോഗ തെറാപ്പി, ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഹെൽത്തി ബ്ലെൻഡാണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ആരോഗ്യം എന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. യോഗ പ്രകൃതി ചികിത്സാ ടെക്നിക്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന 2 ചികിത്സാ രീതികളാണ് സ്റ്റീം ബാത്തും സോണാ ബാത്തും. ഇവ രണ്ടും ചെയ്യുന്നതിലൂടെ രക്തചംക്രമണം കൺട്രോൾ ചെയ്യുന്നതിനും നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിനെ ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നു. മസിൽ റിലാക്സ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിനും അതോടൊപ്പം അമിതഭാരം കൺട്രോൾ ചെയ്യുന്നതിനും വളരെയധികം സഹായകരമാകുന്നു. ത്വക്കിൻ്റെ പരമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ശ്വാസകോശ തടസ്സങ്ങൾക്കും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഈ 2 ചികിത്സാ രീതികളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആതപസ്നാന അഥവാ ബനാന ലീഫ് ബാത്ത് ഇത് ഒരു മെയിൻ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് നാച്ചുറോപ്പതിയിൽ. ബനാന ലീഫിൽ പൊതിഞ്ഞ് സൺലൈറ്റിൽ കിടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോഴിതിന് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഈ ബനാന ലീഫ് കൊണ്ടുള്ള ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സും ഉണ്ട്. അതായത് വിറ്റമിൻ ഡി പ്രൊഡക്ഷൻ, നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ, പിന്നെ എല്ലാ മെറ്റബോളിക് ഡിസോർഡേഴ്സിനും ഇത് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഹെൽപ്പ് ചെയ്യും. ഫൈബ്രോമയാൽജിയ ഇല്ലെങ്കിൽ ക്രോണിക് ഫറ്റീഗ് സിൻഡ്രോം ഇതിനെല്ലാം ഒരുപാട് സഹായിക്കും. ഹൈഡ്രോതെറാപ്പി അഥവാ ജലചികിത്സ എന്നത് പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ചികിത്സാ രീതിയാണ്. ഇവയിൽ ഹിപ്പ് ബാത്ത്, സ്പൈനൽ ബാത്ത്, സ്പൈനൽ സ്പ്രേ, അണ്ടർ വാട്ടർ മസാജ്, അതുപോലെ ചില പാക്കുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ ഹിപ്പ് ബാത്ത് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ പെൽവിക് ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുന്നതിനും കൊടുക്കാവുന്നതാണ്. അതുപോലെ സ്പൈനൽ ബാത്ത്, സ്പൈനൽ സ്പ്രേയും പ്രധാനമായും കൊടുക്കുന്നത് നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും നമ്മുടെ നാഡീവ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ജലചികിത്സയിലെ മറ്റൊരു പ്രധാന ചികിത്സാ രീതിയാണ് അണ്ടർ വാട്ടർ മസാജ്. ഇതിൽ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രഷർ ചെലുത്തി ഒരു മസാജിങ് എഫക്റ്റാണ് കിട്ടുന്നത്. ഇതുവഴി നമ്മുടെ ശരീരത്തിലെ പെരിഫറൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിന് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി അവയുടെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. യോഗ പ്രകൃതി ചികിത്സാ സമ്പ്രദായത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഉപവാസം. ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിനും ശരീരത്തിനും ദഹന വ്യവസ്ഥയ്ക്കും പൂർണ്ണമായിട്ടും വിശ്രമം അനുവദിക്കുന്നതിനും ശരീരഭാരത്തെ നിയന്ത്രിക്കുന്നതിനും ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ഉപവാസം ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ നാച്ചുറോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ജീവിതശൈലി മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന രോഗികളെ ആദ്യം 10 ദിവസത്തെ ചികിത്സാ കാലയളവാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ കാലയളവിൽ കൃത്യമായ രീതിയിൽ
ആഹാര ക്രമീകരണമാണ് ആദ്യം പഠിപ്പിക്കുന്നത്. നാച്ചുറോപ്പതിയുടെ മുഖ്യധാര ട്രീറ്റ്മെൻറ്റുകളിലൊന്നാണ് മഡ് തെറാപ്പി അല്ലെങ്കിൽ ക്ലേ തെറാപ്പി എന്ന് പറയുന്നത്. മണ്ണിനെ ശരിയായ രീതിയിൽ ശുദ്ധീകരിച്ച് നല്ല പശമയമുള്ള ക്ലേ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. 2 രീതിയിലാണ് നമ്മൾ മഡ് തെറാപ്പി നാച്ചുറോപ്പതിയിൽ ഉപയുക്തമാക്കുന്നത്: ജനറലൈസ്ഡ് ആപ്ലിക്കേഷനും ലോക്കൽ ആപ്ലിക്കേഷനും. ജനറലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മഡ് ബാത്തോടുകൂടിയുള്ള സൺബാത്ത്. ലോക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പാക്സുകളായിട്ടും പോൾട്ടിസസ് ആയിട്ടും ഉപയോഗിക്കുന്നു. ശരീരത്തിൻ്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമാറ്റിസം, അതായത് സന്ധി വേദനകൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഫങ്ഷൻസ് കുറഞ്ഞുകൊണ്ടുള്ള അസുഖങ്ങൾ, ഇതിനൊക്കെ തന്നെ നമ്മുടെ മഡ് തെറാപ്പി ഉപയുക്തമാകുന്നുണ്ട്. അക്യുപങ്ചർ എന്നത് പ്രാചീന ചൈനീസ് ചികിത്സാ രീതിയാണ്. വളരെ നേർത്ത സൂചികൾ ഉപയോഗിച്ചാണ് ഈ ചികിത്സാ രീതികൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ എനർജി അഥവാ പ്രാണിക് ഫ്ലോ സഞ്ചരിക്കുന്ന പാതയെ മെറിഡിയൻസ് എന്ന് പറയുന്നു. ഈ മെറിഡിയനുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് ചൈനീസ് സിദ്ധാന്തം അനുവാദിക്കുന്നത്. പല രോഗാവസ്ഥകൾക്കും വേദന സംഹാരിയായിട്ടും അക്യുപങ്ചറുകൾ ചെയ്തു വരുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഇൻസോമിയ, മൈഗ്രെയിന്, സ്ട്രെസ് പരമായിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെ പലതിനും അക്യുപങ്ചർ ചെയ്തു വരുന്നു. വിദഗ്ധമായി പരിശീലനം ലഭിച്ച ഒരു പ്രകൃതി ചികിത്സാ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. ബാർഫുട്ട് വാക്കിംഗ് അഥവാ ഗ്രൗണ്ടിംഗ് എന്ന ചികിത്സാ രീതി എല്ലാ ദിവസവും 20 മുതൽ 30 മിനിറ്റ് വരെ ചെരുപ്പ് ഉപയോഗിക്കാതെ ഭൂമിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് കിട്ടുന്ന രീതിയിൽ പുല്ലിലൂടെയോ മണലിലൂടെയോ അല്ലെങ്കിൽ പെബിൾ പാത്തിലൂടെയോ നമുക്ക് നടക്കാവുന്നതാണ്. ഇപ്രകാരം നടക്കുന്നത് വഴി ഭൂമിയിലുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഉറക്കമില്ലായ്മയ്ക്ക് ഈ ഒരു ചികിത്സാ രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ കറക്ഷനും കാലിലെയും പാദത്തിലെയും മസിലുകൾ സ്ട്രെങ്തൻ ആവുന്നതിനും ഈ ചികിത്സാ രീതി നമ്മെ സഹായിക്കുന്നു. ഇലക്ട്രോതെറാപ്പി എന്നത് ഫിസിയോതെറാപ്പിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് വിഭാഗമാണ്. ഇതിൽ ശരീരത്തിലൂടെ ഒരു നിശ്ചിത അളവിൽ കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പേശികളെ അല്ലെ ജോയിൻറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതുമൂലം വേദനയുള്ള ഭാഗങ്ങളിൽ വേദന കുറയുകയും ഇൻഫ്ലമേഷനുള്ള ഭാഗത്ത് ഇൻഫ്ലമേഷൻ കുറയുകയും സംഭവിക്കുന്നു. ഇത് ഒരു നോൺ ഇൻവാസീവ് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സയിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്.